കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വനിതാ ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം. ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സംഭവശേഷം കാർ പാഞ്ഞു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിവേഗത്തിൽ ദിശ തെറ്റിച്ച് അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചാണ് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ്. ഇപ്പോൾ ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. നേരത്തെ ആശുപത്രിയിൽ നിന്ന് നടപടിയൊക്കെ നേരത്തെ നേരിട്ടതാണ്. ഇപ്പോൾ പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട്? ഇപ്പോഴൊരു ദൃശ്യങ്ങൾ കൂടി പുതുതായി പുറത്തു വന്നിട്ടുണ്ട്. അത് അത്രയും അപകടകരമായ രീതിയിൽ ഈ സംഭവം നടന്നതിന് ശേഷം അവർ കാർ ഓടിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇത് ആര് പകർത്തിയതാണ്? വിവരങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, ഇന്നലെ 5:45 ശേഷം ഈ അപകടത്തിന് ശേഷം ഈ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ ദൃശ്യങ്ങൾ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനെ പിന്തുടർന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഇങ്ങനെയാണ്: ഈ അപകടം നടന്ന ശേഷം അവിടെ നിന്ന് പോകുന്ന സമയത്ത് നാട്ടുകാർ ഈ അജ്മലിനെയും ശ്രീകുട്ടിയെയും പിന്തുടരുന്നു. ആ ഘട്ടത്തിൽ നാട്ടുകാർ എടുത്ത വിഷ്വലാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ആ സമയത്ത് പോലും അജ്മൽ സ്വാഭാവികമായ രീതിയിലായിരുന്നില്ല വാഹനം ഓടിച്ചിരുന്നതെന്ന് തെളിയിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. അമിത വേഗതയിൽ ദിശയെല്ലാം തെറ്റിച്ച് എതിർ ദിശയിൽ തന്നെ വാഹനം പോകുന്ന പലപ്പോഴും നമുക്ക് കാണാം. അതുപോലെ തന്നെ പലപ്പോഴും പല വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ പോലും സഞ്ചരിക്കുന്ന രീതിയിലാണ് അജ്മലിന്റെ ഡ്രൈവിംഗ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇത് ഈ അപകടത്തിന് ശേഷം ഉണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം നടന്ന അപ്ഡേഷൻ, ഈ കേസിൽ ഈ ഡോക്ടർ ശ്രീകുട്ടിയെ കൂടി ഈ പ്രതി ചേർത്ത് നരഹത്യാ വകുപ്പ് പ്രകാരം പ്രതി ചേർത്തിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ അപകടം ഉണ്ടായ സമയത്ത് ഈ വാഹനം മുന്നോട്ടെടുക്കാൻ അജ്മലിന് പ്രേരണയായത് ഡോക്ടർ ശ്രീകുട്ടിയാണ് എന്നുള്ളതാണ്. ഒരു ഡോക്ടറുടെ കൃത്യവിലോപം, അതിനപ്പുറം ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു പ്രേരണയടക്കം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നിഗമനം. ഇത് സാധൂകരിക്കുന്ന ചില സാക്ഷിമൊഴികൾ കൂടി പോലീസിന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ചില ദൃക്സാക്ഷികൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് മുമ്പാകെ നൽകി. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ, ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അവർ വാഹനത്തിന് മുമ്പിലേക്ക് എത്തി ഈ വാഹനം മുന്നോട്ടെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗ്ലാസ് അല്പം താഴ്ത്തിയിരുന്നു. അപ്പോൾ പിന്നിലിരുന്ന ആളാണ് വാഹനം എടുക്കാൻ ഈ ഡ്രൈവറോട് നിർദ്ദേശിച്ചത്, അതായത് അജ്മലിനോട് നിർദ്ദേശിച്ചതെന്നാണ്. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയായ ഈ ശ്രീകുട്ടിക്കെതിരെ ഈ നരഹത്യാ വകുപ്പടക്കം ചുമത്തി കേസെടുക്കാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ശ്രീകുട്ടിയെയും അതുപോലെ തന്നെ അജ്മലിനെയും മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റ് മുമ്പിലാണ് ഹാജരാക്കുക. ഈ രണ്ടുപേർക്കുമെതിരെയുള്ള കണ്ടെത്തലുകൾ, പോലീസിന്റെ ഫൈൻഡിങ്സ്, ഫോറൻസിക്കിന്റെ പ്രാഥമികമായ വിലയിരുത്തലുകൾ അടക്കം കോടതിക്ക് മുമ്പാകെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇരുവരുടെയും ഈ വീട്ടുകാർ അടക്കമുള്ളവരെ ഇവിടേക്ക് പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഇന്റിമേഷൻ അടക്കം നൽകേണ്ടതായ നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയായാൽ ഉടൻ തന്നെയായിരിക്കും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക. ഇരുവർക്കുമെതിരെ ഈ കേസിൽ, ഈ സംഭവത്തിൽ നരഹത്യാ വകുപ്പ് നിലനിൽക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യാ വകുപ്പും അതുപോലെ തന്നെ ഈ ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ പ്രേരണ, അത് പ്രേരണയാണ്. ഈ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ നരഹത്യ നടന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. സ്വാഭാവികമായും ഇത് ശ്രീകുട്ടിക്കെതിരെ നിലനിൽക്കും എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. രണ്ടുപേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്ത് ഇപ്പോൾ ശാസ്താംകോട്ട പോലീസ് മുന്നോട്ട് പോകുന്നത്. ശരി, അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആ അപകടമുണ്ടാക്കിയതിനു ശേഷം പ്രതികൾ ആ കാറിൽ രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണത്. അത് നാട്ടുകാർ ഈ അപകടത്തിന് ശേഷം ആ വാഹനത്തെ പിന്തുടർന്നിരുന്നു. അവർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മറ്റ് വാഹനങ്ങൾ അപകടത്തിലാക്കും വിധം അത്രയും അശ്രദ്ധമായി ട്രാക്ക് തെറ്റിച്ചൊക്കെയുള്ള അതിവേഗത്തിലുള്ള യാത്ര, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്.